ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.2 ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഈസ് 1 ആൻഡ് ഓൺ ടു. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ഓൺ ടു ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് എഫ് ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഇവിടെ കോഡൊമെയിനും ഡൊമെയിനും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ 1 ആണോ എന്ന് നോക്കാം. 1 ആണെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ആയിരിക്കും. ഇവിടുത്തെ എഫ് ഓഫ് x1 എന്തായിരിക്കും? എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ 1/x. അപ്പൊ എഫ് ഓഫ് x1 ഈക്വൽ ടു 1/x1. എഫ് ഓഫ് x2 ഈക്വൽ ടു 1/x2. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 1/x1 ഈക്വൽ ടു 1/x2. 1/x1 ഈക്വൽ ടു 1/x2 ആണെങ്കിൽ x1 ഈക്വൽ ടു x2 ആയിരിക്കില്ലേ? ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അപ്പൊ ഇവിടെ എന്താ കിട്ടിയത്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എഫ് ഈസ് 1 ആണെന്ന് കിട്ടി. ഇനി നമുക്കിത് ഓൺ ടു ആണോ എന്ന് നോക്കാം. ഓൺ ടു ആണെന്ന് എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്തത്? എഫ് ഓഫ് എക്സിന് നമ്മൾ y എന്ന് കൊടുക്കും. പുട്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? 1/x ആണ്. സോ y ഈക്വൽ ടു 1/x. ഇനി ഈ y ഈക്വൽ ടു 1/x നെ എക്സിന്റെ ഫോമിലേക്ക് മാറ്റും. അപ്പൊ എന്ത് കിട്ടും? x ഈക്വൽ ടു 1/y. ഈ y എന്ന് പറയുന്നത് എന്താണ്? കോഡൊമെയിനിലുള്ള ഒരു എലമെന്റ് ആണ്. x എന്ന് പറയുന്നത് ഡൊമെയിനിലുള്ളത്. ഈ yക്ക് ഏത് റിയൽ നമ്പർ വാല്യൂ കൊടുത്താലും എനിക്ക് കിട്ടുന്ന x എന്തായിരിക്കും? ഒരു റിയൽ നമ്പറിന്റെ ഫോമിലായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? x ഈക്വൽ ടു 1/y എന്നാണ് കിട്ടിയത്. അപ്പം എഫ് ഓഫ് 1/y എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ 1/x. അപ്പൊ എഫ് ഓഫ് 1/y എന്ന് പറയുമ്പോൾ 1/1/y ഈക്വൽ ടു y. അപ്പൊ ഏതൊരു y ഞാൻ കോഡൊമെയിനിൽ നിന്ന് എടുത്താലും എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിനെ ഡൊമെയിനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാം. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. സോ എഫ് ഈസ് ഓൺ ടു. അപ്പൊ ഈ ഫംഗ്ഷൻ 1 ആണെന്ന് കിട്ടി, ഓൺ ടു ആണെന്ന് കിട്ടി. ഇത് ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഡൊമെയിനിലുള്ള ആറിനെ റീപ്ലേസ് ചെയ്തിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ആക്കുകയാണെങ്കിൽ, അതായത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം n ടു r ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 ഓൺ ടു ആണോ എന്നാണ് നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ ചോദിക്കുന്നത്. ഫസ്റ്റ് നമുക്കിത് 1 ആണോ എന്ന് നോക്കാം. എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ 1/x1. എഫ് ഓഫ് x2 എന്ന് പറയുമ്പോൾ 1/x2. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയുമ്പോൾ 1/x1 ഈക്വൽ ടു 1/x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആണ്. 1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഓൺ ടു ആണെന്ന് നോക്കാം. ഓൺ ടു ആണെന്ന് നോക്കാൻ എഫ് ഓഫ് എക്സിന് y എന്ന് കൊടുക്കും. പുട്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 1/x. സോ y ഈക്വൽ ടു 1/x. ഇനി ഇതിനെ എക്സിന്റെ ഫോമിലേക്ക് മാറ്റും. x ഈക്വൽ ടു 1/y. ഇവിടെ നോക്ക്, ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ്. ഈ y എന്ന് പറയുന്നത് കോഡൊമെയിനിലുള്ള എലമെന്റ് ആണ്. അതായത് റിയൽ നമ്പേഴ്സിന്റെ ഫോമിലായിരിക്കും ഈ y ഉണ്ടാവുക. ഇവിടെ x ഈക്വൽ ടു 1/y ആണ്. x എന്താണ്? ഡൊമെയിനിൽ ഉണ്ടാവണം. ഡൊമെയിൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ എനിക്ക് കിട്ടേണ്ട ഈ x എന്തായിരിക്കണം? നാച്ചുറൽ നമ്പറിന്റെ ഫോമിലായിരിക്കണം. ഈ 1/yയില് yക്ക് ഞാൻ 3 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് x എന്താ കിട്ടുക? x ഈക്വൽ ടു 1/3 എന്നല്ലേ കിട്ടുക? ഈ 1/3 ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പൊ എന്ത് കിട്ടി? yക്ക് 3 കൊടുക്കുമ്പോൾ കിട്ടുന്ന xന്റെ വാല്യൂ എന്താണ്? ഈ ഡൊമെയിനിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ കോഡൊമെയിലുള്ള 3നെ എനിക്ക് ഡൊമെയിനിലുള്ള ഏതെങ്കിലും എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കില്ല. എവരി റിയൽ നമ്പർ ബിലോങ്ങിങ് ടു codomain may not have a pre-image in n. കോഡൊമെയിനിലുള്ള ഏത് റിയൽ നമ്പർ എടുക്കുകയാണെങ്കിലും അതിനെല്ലാത്തിനും നമുക്ക് എന്താണ്? ഒരു പ്രീ ഇമേജ് ഡൊമെയിനിൽ. ഡൊമെയിൻ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.
സോ എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ അല്ലെന്ന് കിട്ടി. അപ്പൊ ഇവിടെ എഫ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണ്. ഇനി എഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണെങ്കിലോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ given by f of x equal to greatest integer less than or equal to x is neither 1 1 nor on 2. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഓൺ ടു അല്ലെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ +1 പഠിച്ചതാണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അതെന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി 1.01 ആണെങ്കിലോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.01 അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി 1.99 എടുത്താലോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.99 അതും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് എഫ് ഡിഫൈൻ ചെയ്തത്. ഈ തന്നിരിക്കുന്ന എഫ് 1 1 ആവാനുള്ള കണ്ടീഷൻ എന്താ? ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഞാൻ ഡൊമൈനിൽ നിന്ന് എടുത്താൽ അതിന് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ഉണ്ടാവണം. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഞാൻ ഡൊമൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇമേജ് എന്തായിരിക്കും? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ വരുന്നത്, കോഡൊമൈൻ വരുന്നതും റിയൽ നമ്പേഴ്സ് ആണ്. ഞാൻ ഈ റിയൽ നമ്പേഴ്സ് ഡൊമൈനിൽ നിന്ന് ഒരു 1 എന്ന് പറയുന്ന എലമെന്റിനെ ചൂസ് ചെയ്തു. അപ്പൊ 1ന്റെ ഇമേജ് എന്തായിരിക്കും? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 1 അതെന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി 1.01 ചൂസ് ചെയ്തു. 1.01ന്റെ ഇമേജ് എന്തായിരിക്കും? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 1.01 അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ 1.01ന്റെ ഇമേജും 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി 1.99 ആണെങ്കിലോ അതും 1ലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പൊ 1, 1.01, 1.99 ഈ ഡിസ്റ്റിങ്ക്ട് വാല്യൂസിന് എനിക്ക് കിട്ടുന്ന ഇമേജ് എന്താണ്? ഡിസ്റ്റിങ്ക്ട് ആയിട്ടാണോ കിട്ടുന്നത്? അല്ല, 1 എന്നാണ്. ഈ 3 എലമെന്റിന്റെയും ഇമേജ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് എനിക്ക് സെയിം ഇമേജ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഒരു 1 1 ഫംഗ്ഷൻ ആയിരിക്കില്ല. ഡിഫറെന്റ് എലമെന്റ്സ് 1.01, 1.99 have the same image. The same image 1. 1.01, 1.99 ഇങ്ങനെയുള്ള ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് എടുത്തപ്പോൾ എനിക്ക് എന്താണ്? സെയിം ഇമേജ് 1 ആണ് കിട്ടിയത്. Therefore f is not 1 1. f എന്തല്ലെന്ന് കിട്ടി? 1 1 അല്ലെന്ന് കിട്ടി. ഇനി നമുക്കിത് ഓൺ ടു ആവുമെന്ന് നോക്കാം. ഓൺ ടു ആണെന്ന് നോക്കാൻ f of x ന് y എന്ന് പുട്ട് ചെയ്യും. പുട്ട് y ഈക്വൽ ടു f of x. f of x എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. അതായത് y എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റിജറിന്റെ ഫോമിലായിരിക്കും. y is a integer. പക്ഷെ ഇവിടുത്തെ കോഡൊമൈൻ എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഈ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ കോഡൊമൈനിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഡൊമൈനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റണം. പക്ഷെ ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജറിന്റെ ഫോമിലാണ്. കോഡൊമൈനിലുള്ള ഇന്റിജർ ആയിട്ടുള്ള എലമെന്റ്സിനെ മാത്രമേ നമുക്ക് ഡൊമൈനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ കോഡൊമൈനിൽ നിന്ന് ഒരു 2.1 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ചൂസ് ചെയ്തു. എനിക്ക് എപ്പോഴെങ്കിലും f of x equal to 2.1 എന്ന് കിട്ടുമോ? അതായത് ഡൊമൈനിലുള്ള ഏതെങ്കിലും x വാല്യൂ ഈ f of x equal to 2.1 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. f of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആണ്. അതായത് ഇതൊരു ഇന്റിജറിന്റെ ഫോമിലായിരിക്കും. 2.1 എന്താണ്? ഒരു ഇന്റിജർ അല്ല. അപ്പൊ 2.1 എനിക്ക് എങ്ങനെയാ ഡൊമൈനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഒരു ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കില്ല. ഓൺ ടു ആണെങ്കിൽ എല്ലാ എലമെന്റിനെയും ഡൊമൈനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റണം. പക്ഷെ അവിടെ എന്താണ്? ഇന്റിജേഴ്സിനെ മാത്രമേ എനിക്ക് ആ ഒരു രീതിയിൽ എഴുതാൻ പറ്റൂ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഒരു ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കില്ല. ഹിയർ വാല്യൂ ഓഫ് y will always come an integer. y യുടെ വാല്യൂ എന്താണ്? ഒരു ഇന്റിജർ ആയിരിക്കും. ബട്ട് y is a real number.
y എന്താണ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു എലമെന്റ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് ഇന്റിജർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓൺ ടുവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂ. ഹെൻസ് f is not on to. അപ്പൊ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താണ് 1 1 അല്ല on 2 അല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Show that the modulus function f from R to R given by f of x equal to mod x is neither 1 1 nor on 2. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഉം on 2 അല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മോഡുലസ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ +1 ൽ പഠിച്ചതാണ്. f of x equal to mod x ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് എന്തൊക്കെയാവും? f of x equal to mod x equal to x ആയിരിക്കും if x greater than or equal to 0. x greater than or equal to 0 ആവുമ്പോൾ mod x ന്റെ വാല്യൂ x ആയിരിക്കും. ഇനി x less than 0 ആവുമ്പോൾ mod x ന്റെ വാല്യൂ എന്തായിരിക്കും? -x ആയിരിക്കും. ഞാൻ x ന് 1 എന്ന് പുട്ട് ചെയ്തു. x equal to 1. അപ്പൊ f of x എന്ന് പറയുമ്പോൾ f of 1 mod 1. f of x equal to mod x അല്ലേ? അപ്പൊ f of 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? mod 1 ആണ്. x എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുമ്പോൾ greater than or equal to 0 എന്നുള്ള കേസ് ആ വരിക. x greater than or equal to 0 ആവുമ്പോൾ mod x ന്റെ വാല്യൂ x ആണ്. അപ്പൊ ഇവിടെ 1 എന്താണ് greater than or equal to 0 അല്ലേ? അപ്പൊ mod 1 ന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഞാൻ x ന് -1 എന്ന് കൊടുത്തു. x equal to -1. അപ്പൊ f of x എന്ന് പറയുമ്പോൾ f of -1. f of -1 equal to mod -1. ഇവിടെ x എന്താണ്? -1 ആണ്. അതായത് x less than 0 എന്നുള്ള കേസ് ആണ് വരുന്നത്. mod x -x ആയിരിക്കും if x less than 0. അപ്പൊ എനിക്ക് mod -1 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? -1 of -1 equal to 1 എന്ന് കിട്ടി. ഇവിടെ നോക്ക്, 1 ന്റെ ഇമേജും -1 ന്റെ ഇമേജും എനിക്ക് എന്താണ് കിട്ടിയത്? 1 ആണ് കിട്ടിയത്. 1 എടുത്തപ്പം അതിന്റെ ഇമേജ് 1 എന്ന് കിട്ടി. -1 എടുത്തപ്പം അതിന്റെ ഇമേജ് എന്താണ്? 1 എന്നാണ് കിട്ടിയത്. അപ്പൊ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഞാൻ എടുത്തപ്പം എനിക്ക് അതിന്റെ ഇമേജ് എന്താണ് കിട്ടിയത്? സെയിം ആണ് കിട്ടിയത്. ഡിസ്റ്റിങ്ക്ട് എലമെന്റിന് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ഉണ്ടെങ്കിലാണ് ആ ഒരു ഫംഗ്ഷൻ 1 1 ആവും. ഇവിടെ ഞാൻ ഡിസ്റ്റിങ്ക്ട് എലമെന്റ് എടുത്തപ്പോൾ എനിക്ക് എന്താണ്? സെയിം ഇമേജ് ആണ് കിട്ടിയത്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഒരു 1 1 ഫംഗ്ഷൻ ആയിരിക്കില്ല. ഡിഫറെന്റ് എലമെന്റ്സ് 1 and -1 have the same image. 1 നും -1 നും 1 ഉം -1 ഉം ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. പക്ഷെ അതിന്റെ ഇമേജ് എന്താണ്? സെയിം ആണ്. 1 എന്നാ കിട്ടിയത്. Therefore f is not 1 1. f എന്താണ്? 1 1 അല്ല എന്ന് കിട്ടി. ഇനി ഇത് on to ആവോ എന്ന് നോക്കാം. ഇവിടെ f of x എന്ന് പറയുന്നത് എന്താണ്? mod x ആണ്. x greater than or equal to 0 ആവുമ്പോൾ x ഉം x less than 0 ആവുമ്പോൾ -x ആണ് കിട്ടുന്നത്. അപ്പൊ f of x equal to mod x എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. f of x equal to mod x is always positive. mod x ന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. f എന്ന് പറയുന്നത് എന്താ? റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തത്. ഈ കോഡൊമൈനിൽ നിന്ന് ഞാൻ -1 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ചൂസ് ചെയ്തു. എനിക്ക് f of x equal to f of x എന്ന് പറഞ്ഞാൽ mod x equal to -1 ആണെന്ന് പറയാൻ പറ്റുമോ? നമ്മളിവിടെ പറഞ്ഞു mod x എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? -1 അല്ലേ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ കോഡൊമൈനിലുള്ള -1 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തപ്പോ അതിനെ എനിക്ക് ഡൊമൈനിലുള്ള ഒരു എലമെന്റിന്റെയും ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റില്ല. ഇതെന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. കോഡൊമൈനിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഡൊമൈനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ on to ആണെന്ന് പറയും. ഇവിടെ -1 -2 -3 അങ്ങനെ നെഗറ്റീവ് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നില്ല? f of x equal to എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. ഡൊമൈനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? on to ഫംഗ്ഷൻ ആയിരിക്കില്ല. കൺസിഡർ -1 element of R. -1 element of R. കോഡൊമൈനിൽ നിന്ന് -1 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. There does not exist any x in the domain R such that f of x equal to -1. f of x equal to -1 ആയിട്ട് ഒരു x നെ ഡൊമൈനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. So f is not on to.
അപ്പൊ മോഡുലസ് ഫംഗ്ഷൻ 1 1 ആയിരിക്കില്ല, ഓൺ 2 ആയിരിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ സിനം ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ given by f of x equal to 1 if x greater than 0, 0 if x equal to 0, minus 1 if x less than 0 is neither 1 1 nor on 2. ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 അല്ല, ഓൺ 2 അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. f of x ന്റെ വാല്യൂ എന്താ? x greater than 0 ആവുന്ന കേസിൽ f of x ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ f of 1 എടുത്താൽ എനിക്ക് എന്താ കിട്ടുക? 1 എന്നാ കിട്ടുക. x ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 1 ആണ്. 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി f of 2 എടുത്താലോ? 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ f of 2 ന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 2 എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണ്. f എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തത്. r ൽ നിന്ന് r ലേക്ക്. ഈ ഡൊമെയിനിൽ നിന്ന് ഞാൻ 1 എന്ന് പറയുന്ന എലമെന്റിനെയും 2 എന്ന് പറയുന്ന എലമെന്റിനെയും ചൂസ് ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടുന്ന ഇതിന്റെ ഇമേജ് എന്താണ്? 1ന്റെ ഇമേജ് 1 ആണ്, 2ന്റെ ഇമേജും 1 ആണ്. അപ്പൊ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് എനിക്ക് സെയിം ഇമേജാ കിട്ടിയത്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? 1 1 ഫംഗ്ഷൻ ആയിരിക്കില്ല. ഹിയർ f of 1 equal to 1, f of 2 equal to 1. That is, distinct elements 1 and 2 have the same image 1. 1നും 2ക്കും എനിക്ക് കിട്ടുന്ന ഇമേജ് എന്താണ്? സെയിം ആണ്. സോ f is not 1 1. അപ്പൊ ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ലെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഓൺ 2 ആണോ എന്ന് നോക്കാം. f എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തത്. ഇവിടുത്തെ f of x ന്റെ വാല്യൂസ് ഏതൊക്കെയാ? 1 0 -1. ഈ 3 വാല്യൂസ് ആണ് f of x ന് പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് ഇമേജ് ആയിട്ട് കിട്ടുന്നത് 1 0 -1 മാത്രമായിരിക്കും. ഡൊമെയിനിലുള്ള ഏത് എലമെന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ ഇമേജ് എന്തൊക്കെയായിരിക്കും? ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. കോഡൊമെയിനിലുള്ള 1 0 -1 ഈ 3 എലമെന്റ്സിന് മാത്രമേ ഡൊമെയിനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നുള്ളൂ. പക്ഷെ കോഡൊമെയിൻ എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അപ്പൊ ഈ 3 എലമെന്റ്സ് മാത്രമായിരിക്കും ഇതിലുണ്ടാവൂ? അല്ല, -2 ഉണ്ടാവും, -3 ഉണ്ടാവും, അങ്ങനെ വേറെ എലമെന്റ്സ് ഉണ്ടാവും. ഈ 3 എലമെന്റ്സിനെ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സിനെ ഒന്നും നമുക്ക് ഡൊമെയിനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റില്ല. ഈ 3 എലമെന്റ്സിനെ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഓൺ 2 ആയിരിക്കില്ല. എല്ലാ എലമെന്റ്സിനെയും ഡൊമെയിനിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് ഓൺ 2 ആണെന്ന് പറയാൻ പറ്റൂ. ഇവിടെ 3 ആളെ മാത്രമല്ലേ എഴുതാൻ പറ്റൂ, ബാക്കിയുള്ള എലമെന്റ്സിനൊന്നും അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഓൺ 2 ഫംഗ്ഷൻ ആയിരിക്കില്ല. ഹിയർ f of x takes only 3 values 1 0 or -1. 1 0 അല്ലെങ്കിൽ -1 ആ വാല്യൂസ് മാത്രമാണ് നമുക്ക് ഈ f of x ന് പോസിബിൾ ആയിട്ടുള്ളൂ. For the element -2 in the codomain R, കോഡൊമെയിനിൽ നിന്ന് -2 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ there does not exist any x in domain R such that f of x equal to -2. ഡൊമെയിനിലുള്ള ഒരു എലമെന്റിന്റെയും ഇമേജ് ആയിട്ട് എനിക്ക് ഈ -2നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. Therefore f is not on 2. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let a and b be any two sets, a function f from a cross b to b cross a such that f of ab equal to ba is a bijective function. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്തായിരുന്നു ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെങ്കിൽ അതിനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഈ ഫംഗ്ഷൻ 1 1 ആണെന്നും ഓൺ 2 ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? x1 x2 എന്ന് പറയുന്ന 2 എലമെന്റ്സ് ഡൊമെയിനിൽ നിന്ന് എടുക്കും. ഇവിടെ ഡൊമെയിൻ എന്താണ്? f എന്ന് പറയുന്നത് a ക്രോസ് b യിൽ നിന്ന് b ക്രോസ് a യിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്ന എലമെന്റ്സ് എന്തായിരിക്കണം? a ക്രോസ് b യിൽ നിന്നായിരിക്കണം 2 ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് എടുക്കുന്നത്. a ക്രോസ് b എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിലുള്ള എലമെന്റ്സ് ഏത് ഫോമിലായിരിക്കും? ഓർഡേർഡ് പെയർ എ ബി എന്നുള്ള ഫോമിലായിരിക്കില്ലേ? അപ്പൊ ഈ a ക്രോസ് b യിൽ നിന്ന് നമ്മൾ 2 എലമെന്റ്സ് ചൂസ് ചെയ്യാണ്. a1 b1 a2 b2 element of a cross b. a cross b യിൽ നിന്ന് 2 എലമെന്റ്സ് നമ്മൾ ചൂസ് ചെയ്തു. ഇനി എങ്ങനെയാണ് f of x1 equal to f of x2 എന്നുള്ള കണ്ടീഷൻ ആണ് നോക്കേണ്ടത്. ഇവിടെ എന്താണ്? f of a1 b1 equal to f of a2 b2.
ഇനി എന്താ നമുക്ക് കിട്ടേണ്ടത്? a1 b1 ഈക്വൽ ടു a2 b2 എന്ന് കിട്ടണം. f of a1 b1, f of ab എന്ന് പറഞ്ഞാല് ഓർഡർഡ് പെയർ ba ആണ്. അപ്പൊ f of a1 b1 എന്ന് പറയുമ്പോൾ ഓർഡർഡ് പെയർ b1 a1, ab ആവുമ്പോൾ ba, അപ്പൊ a1 b1 ആവുമ്പോൾ b1 a1 ഈക്വൽ ടു a2 b2. ഇതെന്തായിരിക്കും? f of a2 b2 എന്ന് പറയുമ്പോൾ b2 a2. നമുക്കറിയാം ഓർഡർഡ് പെയർ ab ഈക്വൽ ടു ഓർഡർഡ് പെയർ cd ആണെങ്കിൽ ഇംപ്ലൈസ് a ഈക്വൽ ടു c ആൻഡ് b ഈക്വൽ ടു d ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? b1 ഈക്വൽ ടു b2 എന്ന് കിട്ടും, a1 ഈക്വൽ ടു a2 എന്നും കിട്ടി. നമുക്ക് എന്താ ഇവിടെ കിട്ടേണ്ടത്? f of a1 b1 ഈക്വൽ ടു f of a2 b2 ആണെങ്കിൽ a1 b1 ഈക്വൽ ടു a2 b2 എന്നാണ് കിട്ടേണ്ടത്. ഇവിടെ എന്ത് കിട്ടി? b1 ഈക്വൽ ടു b2 ആണെന്നും a1 ഈക്വൽ ടു a2 ആണെന്നും കിട്ടി. ഇതെന്താണ്? a1 b1 ഈക്വൽ ടു a2 b2 എന്ന് തന്നെയല്ലേ? a1 b1 ഈക്വൽ ടു a2 b2, a1 ഈക്വൽ ടു a2. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ കിട്ടിയത്. b1 ഈക്വൽ ടു b2 അതല്ലേ ഇവിടെ കിട്ടിയത്. അപ്പൊ എന്ത് കിട്ടി? f of a1 b1 ഈക്വൽ ടു f of a2 b2 ഇംപ്ലൈസ് a1 b1 ഈക്വൽ ടു a2 b2. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? സോ f ഈസ് 1 1. ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് കിട്ടി. ഇനി ഓൺ ടു ആണെന്ന് നോക്കാം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബി ക്രോസ് എയിലുള്ള എല്ലാ എലമെന്റിനെയും എ ക്രോസ് ബിയിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റണം. ഇവിടെ തന്നിട്ടുണ്ട് f of ab എന്ന് പറഞ്ഞാൽ ഓർഡർഡ് പെയർ ba ആണ്. അപ്പൊ ഈ ബി ക്രോസ് എയിലുള്ള ഏതൊരു ഓർഡർഡ് പെയർ ba നെയും എനിക്ക് എങ്ങനെ എഴുതാം? ab എ ക്രോസ് ബിയിലുള്ള ഓർഡർഡ് പെയർ ab യുടെ ഇമേജിന്റെ ഫോമിൽ എഴുതാം. അതായത് f of ab ഈക്വൽ ടു ഓർഡർഡ് പെയർ ba ആണ്. അങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. ലെറ്റ് ഓർഡർഡ് പെയർ ba element of b cross a be any element, then there exists an ordered pair ab element of a cross b such that f of ab equal to ordered pair ba by definition of f. ഇവിടെ തന്നിരിക്കുന്ന f പ്രകാരമാണ്. Therefore f is on to. അപ്പൊ f എന്താണെന്ന് കിട്ടി? on to ആണെന്ന് കിട്ടി. നേരത്തെ നമ്മൾ 1 1 ആണെന്ന് പ്രൂവ് ചെയ്തു, ഇപ്പൊ on to ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ഉം on to ആണ്. സോ f is ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് എക്സസൈസ് 1.2ലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക. ഇനി നമുക്ക് പുതിയൊരു സെക്ഷൻ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന പുതിയൊരു സെക്ഷൻ ആണ് എടുക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.